ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടിസം ADHD കുട്ടികളിൽ പ്രധാനമായിട്ടും അല്ലെങ്കിൽ കോമൺ ആയിട്ടും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഉറക്കക്കുറവ് എന്നുള്ളത്. അപ്പോൾ ആ ഉറക്കക്കുറവ് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മളെ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ചില മെത്തേഡ്സും കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ മെത്തേഡ്സൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തുകൊണ്ട് വീട്ടിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുട്ടികളിൽ ഉണ്ടാകുന്ന ഉറക്കക്കുറവിനെ ഒരു പരിധിവരെ മാറ്റാനും സാധിക്കുന്നതാണ്. ഞാനിതിൽ പറഞ്ഞിരിക്കുന്ന ടിപ്സ് ഓൾമോസ്റ്റ് എല്ലാം തെറാപ്യൂട്ടിക് ടിപ്സാണ്. അപ്പം നമുക്ക് കോമൺ ആയിട്ട് വീട്ടിൽ യൂസ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ടിപ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളുടെ ഉറക്കക്കുറവിന് ഒരു പരിധിവരെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ടിപ്സ് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വെയ്റ്റഡ് ബ്ലാങ്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടിക്ക് ഡീപ്പായിട്ടുള്ള ടച്ച് പ്രഷർ നൽകുക എന്നുള്ളതാണ്. അതായത് നമ്മളെ വീട്ടിലുള്ള ബ്ലാങ്കറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കുട്ടീനെ റാപ്പ് ചെയ്യുക. ആ റാപ്പ് ചെയ്തതിന് ശേഷം കുട്ടിയുടെ ബോഡിയിൽ പതിയെ ഉള്ള ഒരു കംപ്രഷൻ കൊടുക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 മിനിറ്റ്സ് ചെയ്യുമ്പം കുട്ടി ഓൾറെഡി ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മെത്തേഡ്സ് നമുക്ക് ADHDയും അതുപോലെ തന്നെ ഓട്ടിസം ഉള്ള കുട്ടികളിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തതായിട്ട് പറയാനുള്ളത്, നമ്മൾ റൂമിൽ ഉറങ്ങുന്ന സമയത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെൻസറി ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ബൾബ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വളരെ ഡാർക്കായിട്ടുള്ള ലൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഉറക്കത്തെ നശിപ്പിക്കാനും അതുപോലെ തന്നെ ഉറങ്ങാനുള്ള ആ ടെൻഡൻസി ഇല്ലാതാക്കാനുമാണ് സഹായിക്കുക. അതേസമയം നമ്മൾ ലൈറ്റായിട്ടുള്ള അതായത് ലാവൻഡർ, പീച്ച് പോലുള്ള കളേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മളെ ഉറക്കത്തെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഉറക്കം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ലൈറ്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബോഡി കംപ്രസ് ചെയ്യുന്ന ബോഡി സോക്സുകൾ വിപണിയിൽ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള സോക്സുകൾ യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് കുട്ടിയെ നല്ല രീതിയിലുള്ള ഉറക്കത്തിലേക്ക് നയിക്കാൻ വേണ്ടി സാധിക്കും. അതായത് ബോഡി കംപ്രസ് ചെയ്യുന്ന തരത്തിലുള്ള സോക്സുകളാണ് ഇതെന്ന് പറയുന്നത്. അത് നമ്മൾ വെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് നല്ല രീതിയിലുള്ള കംപ്രഷൻ അത് നമ്മുടെ നാഡീവ്യവസ്ഥയെ സ്വാധീനിക്കുകയും അത് പിന്നീട് ഉറക്കത്തിലേക്ക് നല്ല രീതിയിൽ എത്താൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കംപ്രസീവ് ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ സോക്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള സെറോട്ടോണിനും മെലാറ്റോണിനും ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇത് ലേറ്റർ ഉറക്കത്തിന് സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ തെറാപ്യൂട്ടിക് മെത്തേഡിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അരോമ തെറാപ്പി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏകദേശം ഉറങ്ങാറായിട്ടുള്ള സമയമാകുമ്പോൾ നമ്മൾ റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും സ്മെല്ല് സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ദേവദാരു, ലാവൻഡർ പോലുള്ള ലൈറ്റായിട്ടുള്ള സ്മെല്ല് നമ്മുടെ ഉറക്കത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള സ്മെല്ലുകളാണ്. ഇത്തരത്തിലുള്ള സ്മെല്ല് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത് മൂലം കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഉറക്കം ഉണ്ടാക്കും. ഇതുപോലുള്ള സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറാപ്പിനെയാണ് അരോമ തെറാപ്പി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സ്മെല്ല് യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവുന്നില്ല എന്നതുകൊണ്ട് തന്നെ അരോമ തെറാപ്പി ബെസ്റ്റ് ഒരു തെറാപ്പി തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ തെറാപ്യൂട്ടിക് സെക്ഷനിൽ ഉപയോഗിക്കുന്നതാണ് തെറാപ്യൂട്ടിക് സ്വിങ് എന്ന് പറയുന്നത്. അതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ വെസ്റ്റിബുലർ ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഉള്ള ആ ഒരു മൂവ്മെൻറ്റ് കാരണം കുട്ടിക്ക് നല്ല രീതിയിലുള്ള സ്ലീപ്പ് കിട്ടും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.